ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ്. ഒന്നാമത്തെ ചോദ്യം, രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷണമുള്ള ഏത് സമര നേതാവിൻ്റെ 128ാമത്തെ ജന്മവാർഷികമാണ് ജനുവരി 23 ആഘോഷിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. അതായത് സുഭാഷ് ചന്ദ്രബോസിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്നാണ് വിശേഷണം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയത്? മാഡിസൺ കെയ്സ്. ലോക വനിതാ റാപ്പിഡ് നേടിയ ഇന്ത്യൻ താരം ചോദിച്ചാൽ കൊനേരു ഹംപിയാണ്. 38ാമത്തെ ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡ്. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. അതായത് 2025 ഹരിവരാസന പുരസ്കാരമാണ് ആർക്ക് കിട്ടിയത്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കേരളത്തിലെ ഏത് നവോത്ഥാന നായകൻ്റെ 20ാമത് ജന്മവാർഷികമാണ് 2025 ജനുവരി 7 ആഘോഷിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഉപ്പായി മാപ്ല എന്ന കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോർജ് കുമ്പനാട്ട്. അപ്പോൾ ഉപ്പായി മാപ്ല എന്ന കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആരാണ് ചോദിച്ചാൽ ജോർജ് കുമ്പനാട്. ഏത് ഉപഗ്രഹമാണ് ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100ാമതായി വിക്ഷേപിച്ചത്? NVS 02. അപ്പോൾ ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100ാമതായി വിക്ഷേപിച്ചത് NVS 02 ആണ്. ഇത് ഗതിനിർണയ സംവിധാനങ്ങൾക്കുള്ള ഉപഗ്രഹമാണ്. GSLV F-15 റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് വിക്ഷേപിച്ചത്. ഏത് രാജ്യത്തിൻ്റെ ടെക് സ്റ്റാർട്ടപ്പ് ആണ് ഡിപ്സിക്ക്? ചൈന. ഏത് രാജ്യത്തിൻ്റെ ടെക് സ്റ്റാർട്ടപ്പ് ആണ് ഡിപ്സിക്ക്? ചൈന. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട്? ദേവി അഹല്യാബായി ഹോൾക്കർ എയർപോർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ടായി അറിയപ്പെടുന്നത് ദേവി അഹല്യാബായി ഹോൾക്കർ എയർപോർട്ടാണ്. ഇത് മധ്യപ്രദേശിലെ ഇൻഡോറാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക് യു.